വാട്സ്അപ്പ് ഗൈസ്, യു ആർ ഓൾറെഡി വാച്ചിങ് സിനിമ ഇസ് ലൈഫ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ മലയാളം വെബ് സീരീസ് ആണ്, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. സ്റ്റാറിംഗ് നീരജ് മാധവ്, അജു വർഗീസ്, ഗൗരി കിഷൻ, ആനന്ദ് മന്മഥൻ. ഈ വെബ് സീരീസിൻ്റെ ജോണർ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഒരു ഫീൽ ഗുഡ് ലൈറ്റ് ഹാർട്ടഡ് റൊമാൻറ്റിക് കോമഡിയാണ്. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നീരജ് മാധവ് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് യങ്സ്റ്ററാണ്. പുള്ളിക്കാരൻ്റെ നാട്ടിലൊരു വീട് വെക്കണം, പുള്ളിക്കാരൻ്റെ പേരൻസ് നാട്ടിലുണ്ട്. അപ്പം ഈ വീട് വെച്ചുകൊണ്ടിരിക്കുമ്പം പുള്ളി ഫേസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, പിന്നെ വേറെ കുറേ പ്രോബ്ലംസും, പിന്നെ അതിൻ്റെ കൂടെ പുള്ളി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് ഒരു ഗേളുമായിട്ട്. അവരുടെ കല്യാണത്തിൻ്റെ പ്രശ്നവും അതെല്ലാം കൂടി ഒരുമിച്ച്, ഈ കല്യാണത്തിൻ്റെ പ്രശ്നവും ഈ വീടിൻ്റെ പ്രശ്നവും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വരുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഇവരെങ്ങനെയാണ് ഈ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യുന്നത്, അതാണ് ബേസിക് പ്ലോട്ട്. സോ ഈ മൂവിയുടെ ഒരു ബേസിക് റിവ്യൂ എന്നോട് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഫുൾ സീരീസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴും സീരീസ് കണ്ടു കഴിഞ്ഞപ്പോഴും നല്ലൊരു ഫീൽ ഗുഡ് വൈബാണ്. നല്ല കോമഡി ഉണ്ട് ഈ സീരീസിൻ്റെ അകത്ത്, പക്ഷേ അതേസമയം നല്ല റെലവൻറ്റ് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഓവറോൾ എനിക്ക് പേഴ്സണലി ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പോസിറ്റീവ്സിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് വിത്ത് നല്ല ക്ലീൻ ആൻഡ് ക്രിസ്പ് സ്റ്റോറിയാണ്. ഡ്രാഗില്ല, ലാഗില്ല, ഓവർ ഇമോഷണലും അല്ല, ഓവർ ആക്ടിങ് ഇല്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട് ഫുൾ സ്റ്റോറി ഇവർ പൊർട്രേ ചെയ്തിട്ടുണ്ട്. അത് ഫൈനാൻഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചായാലും, വീട് പണിയുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായാലും, ഇവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിനെ കുറിച്ചായാലും, പിന്നെ വേറെ സൊസൈറ്റിയിൽ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂവും പേരൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, അതെല്ലാം ഒരുമിച്ചായാലും നല്ല ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ടാണ് ഈ സ്റ്റോറി എല്ലാം ഇവർ പൊർട്രേ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഇത് 30 മിനിറ്റിൻ്റെ 6 എപ്പിസോഡ്സാണ്. അപ്പോൾ ഒരു എളുപ്പത്തിൽ തീരും, ഒരു ഡ്രാഗില്ല, ലാഗില്ല. അപ്പോൾ ഞാൻ ഒരു ലേസി ആഫ്റ്റർനൂണിന് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പെർഫെക്റ്റ് സാധനമാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. സെക്കൻഡ് പോസിറ്റീവ് ഈസ് ദി ആക്ടിങ്. ഈ സീരീസിൻ്റെ അകത്ത് എല്ലാവരും നല്ല അടിപൊളി ആക്ടിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ പേരെടുത്ത് പറയേണ്ട ആക്ടിങ് പെർഫോമൻസ് കാണിച്ചു വെച്ചേക്കുന്ന അജു വർഗീസ്. പുള്ളി ഒരു ഓൾഡ് സ്കൂൾ അജു വർഗീസ് പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചേക്കുന്നത്. നല്ല അടിപൊളി പെർഫോമൻസ്. പുള്ളി പ്ലേ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഒരു നിഷ്കളങ്കമായ ഒരു പൊട്ട ക്യാരക്ടറാണ്. പക്ഷെങ്കിൽ നല്ല രസമായിട്ടാണ് പുള്ളിയാണ് മെയിൻ കോമഡി എല്ലാം കൂടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് പുള്ളി പൊർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ക്യാരക്ടറിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ, ഫസ്റ്റ് എപ്പിസോഡ് വേഴ്സസ് ലാസ്റ്റ് എപ്പിസോഡ്, ആ ഓവറോൾ ജേർണി, പിന്നെ ലാസ്റ്റിൽ നമ്മൾ കാണുന്ന ആ ട്രാൻസ്ഫോർമേഷൻ, അതെല്ലാം നല്ല രസകരമായിട്ട് പുള്ളി പൊർട്രേ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ് സീയിങ് ഹിം ബി അറ്റ് ഹിസ് ബെസ്റ്റ്. അതുപോലെ തന്നെ അജു വർഗീസിൻ്റെയും നീരജ് മാധവിൻ്റെയും കെമിസ്ട്രി കോമ്പിനേഷൻ നല്ല രസമായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കസിൻസാണ്. അപ്പം നല്ല ബോണ്ടും, ഇവരെങ്ങനെയാണ് ഈച്ച് അതറിനെ ഹെൽപ്പ് ചെയ്യുന്നത്, കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നല്ല രസമാണ് ഇവരുടെ കെമിസ്ട്രി. അതേ സമയത്ത് നീരജ് മാധവിൻ്റെയും ഗൗരി കിഷൻ്റെയും റൊമാൻറ്റിക് ആംഗിൾ, നല്ല കെമിസ്ട്രിയാണ് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക്. ഗൗരി കിഷൻ്റെ ആക്ടിങ് നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓവറോൾ എല്ലാവരുടെ ആക്ടിങ് പ്ലസ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്, അത് ഇവരുടെ പേരൻസ് ആയാലും, ഇവരുടെ സൊസൈറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരായാലും, ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സും ആയാലും, എല്ലാവരുടെ ആക്ടിങ്, ലീഡ്, സപ്പോർട്ടിങ്, എല്ലാവരുടെ ആക്ടിങ് നല്ല രസമാണ്. ഇറ്റ് ആഡ്സ് ടു ദ ഫീൽ ഗുഡ് ഫാക്ടർ ഓഫ് ദ ഓവറോൾ വെബ് സീരീസ്. ദെൻ തേർഡ് പോസിറ്റീവ് എന്ന് വെച്ചാൽ നല്ല റെലവൻറ്റ് ഇഷ്യൂസ് നിറഞ്ഞ ഒരു സ്റ്റോറിയാണ്. പക്ഷെങ്കിൽ ഇതൊരു പ്രസംഗമായിട്ടോ ഒരു ടീച്ചിങ്, ഫോഴ്സ്ഡ് ടീച്ചിങ് ആയിട്ടോ അല്ല ഇവർ പൊർട്രേ ചെയ്തേക്കുന്നത്. നല്ല കോമഡി, നല്ല സിറ്റുവേഷൻസും ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യണം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വെച്ച് ഇവർ കാണിച്ചു വെച്ചേക്കുന്നത്. കുറേ സൊസൈറ്റി ബേസ്ഡ് ഇഷ്യൂസ്. ഇപ്പം ഒരു വീട് പണിയുന്നതെന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സ്വപ്നമാണ്, ഡ്രീമാണ്. അപ്പം ആ ഡ്രീമിൻ്റെ എക്സ്പെക്റ്റേഷൻസും, പിന്നെ സൊസൈറ്റി അവർക്ക് കൊടുക്കുന്ന സൊസൈറ്റിയിൽ ആൾക്കാരുടെ പുറകെ പോയി സംസാരിക്കുന്ന റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതും, പിന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നവും, കറപ്ഷൻ റിലേറ്റഡ് പ്രശ്നവും, എങ്ങനെ അതൊക്കെ ഓവർകം ചെയ്യണം, പിന്നെ കല്യാണക്കാരായാലും യങ്സ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവും പേരൻസിൻ്റെ ഏജിലുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സും എല്ലാം ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു പ്രസംഗം പോലൊന്നുമല്ല, നല്ല കോമഡിയിലും നല്ല ലൈറ്റ് ഹാർട്ടഡ് വേയിലും നല്ല സിറ്റുവേഷൻസ് ഉണ്ടാക്കിയാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. ഓരോരോ എപ്പിസോഡ് കഴിയുമ്പോൾ നല്ല ക്ലിഫ് ഹാങ്കർ ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ ഇതെല്ലാം ഓവറോൾ ഞാൻ പറഞ്ഞില്ല, ഈ നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ എനിക്കൊന്നുമില്ല. ഈ പോസിറ്റീവ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഇവർ നല്ല രസമായ ഒരു വെബ് സീരീസാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഡു ക്യാച്ച് ഇറ്റ്. ഇറ്റ്സ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.